ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാണ് നമ്മുടെ ചിക്കൻ ക്രിസ്പി പക്കോറ. കാണാൻ നമ്മുടെ നാടൻ പക്കോടൻ്റെ ഒക്കെ ലുക്ക് ഉണ്ടെങ്കിലും സംഗതി പാകിസ്ഥാനി ഡിഷാണോ. എങ്ങനെ ഉണ്ടാക്കിയാലും നോക്കിയാൽ. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് കേട്ടോ, ലൈക്ക് ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല സ്ലൈസ് ചെയ്ത് കനം കുറച്ചിട്ട് വേണം നമ്മുടെ ഇതിൽ വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര തിന്നായിട്ട് നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതുപോലെ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ഒനിയനും 2 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് നല്ല കനം കുറച്ച് തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ഡിഷിനെ കൂടുതൽ ക്രിസ്പി ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കൊറിയാണ്ടർ ലീഫാണ്. കുറച്ചധികം കൊറിയാണ്ടർ ലീഫ് തന്നെ എടുത്തോളൂ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല, പെപ്പർ പൗഡർ, റെഡ് ചില്ലി ഫ്ലേക്സ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, ചതച്ചയായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. കുറച്ച് ചേർത്ത് മതി, അധികം ആവണ്ട കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂണ് നമ്മുടെ അരിപ്പൊടിയിൽ അതും ചേർത്ത് കൊടുക്കുക, നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ ഇതിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു മുട്ട, അത് മസ്റ്റാണ്, അതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കണ്ടില്ലേ കുഴച്ചെടുക്കുന്നത്? അപ്പുറത്തിരിക്കുന്ന ഉള്ളി ഇട്ടിട്ടില്ല, ഞാൻ മറന്നതാണ്. അപ്പോൾ അതും കൂടി ഒരു സമയത്ത് ആഡ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഉള്ളിട്ട്. പിന്നെ ഇനി ഒരു മൈദപ്പൊടിൻ്റെ കുറവ് വേണ്ട, അതും കൂടെ ഞാനൊരു 1.5 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മറന്നുപോയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എന്നിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ല രീതിക്ക് തന്നെ ഇത് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. സ്പൂണ് വെച്ച് കുഴച്ചാൽ കുഴയും, പക്ഷെ എന്തോ ഒരു സംതിങ് റോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യുക, കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ നമ്മുടെ മാവ് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായ എണ്ണയിലേക്ക് നമുക്കിതുപോലെ കയ്യിലെടുത്തിട്ട്, പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട കേട്ടോ, അതാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ്. ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് മൊരിയിച്ചെടുക്കുക. പിന്നെ മാവ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോ, പിന്നെ ലോ ഫ്ലെയിം ആക്കുക കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിം ആക്കുക. കാരണം നമ്മളിതിൽ ചിക്കനൊന്നും വേവിച്ചിട്ടില്ലല്ലോ, അതൊക്കെ വെന്ത് കിട്ടണ്ടേ. അതിന് വേണ്ടി കുറച്ചധികം ടൈം എടുത്ത് തന്നെ ഇത് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഒരു ബ്രൗൺ ഗോൾഡൻ കളറ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒക്കെ കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക. ഇനി അങ്ങനെ പേടിയുള്ളവർക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായി. അടിപൊളി ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ചൂടോടെ ക്രിസ്പിയിൽ കഴിക്കാൻ നോക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടേസ്റ്റ്. ഓക്കെ, ഇതുപോലെ നമുക്ക് സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.